ഹായ് ഹലോ ഫ്രണ്ട്സ് നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ശ്രീസ് കുക്കിംഗ് വേൾഡ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കൂടുതലായി ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണ് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനു മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞ് ബെല്ലൈക്കൻ വരും, അതുകൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷനിലാക്കി വയ്ക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് മിസ് ചെയ്യാണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ 8 ഇഞ്ചിൻ്റെ ഒരു കേക്ക് ടിന് കുറച്ച് ഓയിൽ ബ്രഷ് ചെയ്ത് ബട്ടർ പേപ്പർ ഇട്ട് ഒന്ന് ഗ്രീസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് സ്ക്വയർ ടൈപ്പ് കേക്ക് ടിന്നാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ റൗണ്ട് ഷേപ്പ് എടുക്കാം. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം. അതിനുവേണ്ടി ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളെടുത്ത് അതിലേക്ക് ഒരു അരിപ്പ് വെച്ച് കൊടുത്ത് 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കുകയാണ്. അളന്നെടുത്ത മൈദയിൽ നിന്ന് 4 ടേബിൾ സ്പൂൺ മൈദ മാറ്റി 4 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഹെർഷസിൻ്റെ കൊക്കോ പൗഡറാണ്. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 പിഞ്ച് സാൾട്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊരു 3 തവണ അരിച്ചെടുക്കുക. ഇപ്പം ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് വെറ്റ് ഇൻഗ്രീഡിയൻസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഡ്രൈ ആയിട്ടുള്ളത് നല്ല ക്ലീൻ ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു ബൗളെടുത്ത് അതിലേക്ക് 4 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1.5 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കുകയാണ്. ബീറ്റർ വെച്ച് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വിസ്ക് ഉപയോഗിച്ചിട്ടും ബീറ്റ് ചെയ്തെടുക്കാം. ഇതൊന്ന് പതഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് 1/4 കപ്പ് പൊടിച്ച പഞ്ചസാര കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് ഫ്ലഫി ആകുന്നിടം വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് മെൽറ്റ് ചെയ്ത ബട്ടർ പതുക്കെ ചേർത്ത് കൊടുത്ത് 1 മിനിറ്റ് വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ അല്ലാതെ 1/2 കപ്പ് റിഫൈൻഡ് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാനിപ്പം ബട്ടർ ചേർത്ത് കൊടുത്തത് എനിക്കിത് വെളിയിൽ കൊടുക്കാനുള്ള കേക്കാണ്. അപ്പം ബട്ടർ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് ചോക്ലേറ്റ് കേക്കിന് ടേസ്റ്റ് ഒന്നും കൂടി കൂടും. അപ്പം വെളിയിലൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ എത്ര കൂടുതൽ ടേസ്റ്റ് വരുത്താൻ പറ്റുമോ അത്രയും ടേസ്റ്റിൽ തന്നെ ചെയ്ത് കൊടുക്കാനായിട്ട് നോക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിച്ച് മാറ്റി വെച്ചിരുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇപ്പം ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ചെറിയൊരു ബൗളെടുത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുകയാണ്. ബേക്കിംഗ് സോഡയിലേക്ക് 1 ടീസ്പൂൺ വിനീഗർ കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കേക്ക് ബാറ്ററിലേക്ക് ഒഴിച്ച് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ച കേക്ക് ടിന്നിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം 160 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റഡ് ഓവനിൽ 150 ഡിഗ്രിയിൽ 30 മിനിറ്റ് ബേക്ക് ചെയ്യാൻ വെക്കാം. 30 മിനിറ്റ് ആയപ്പോൾ തന്നെ നമ്മുടെ കേക്ക് നല്ലതുപോലെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. ദാ സ്ക്വയർ കൊണ്ട് ഞാനൊന്ന് കുത്തി നോക്കുമ്പോൾ നല്ല നീറ്റായിട്ടാണ് ഇതാ വന്നിട്ടുള്ളത്. ഇനി ഇത് നല്ലതുപോലെ ചൂട് മാറുന്നവരെ സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1.25 കപ്പ് റിച്ചിൻ്റെ വിപ്പിംഗ് ക്രീം ഞാനൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായിട്ട് അരമണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇപ്പം നമ്മുടെ കേക്കിൻ്റെ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ് നമ്മുടെ കേക്ക്. ചിലവർ പറയുന്നതൊക്കെ ഈ ചോക്ലേറ്റ് കേക്കൊക്കെ ആകുമ്പോൾ ഇങ്ങനെ മുകളിൽ ഒട്ടിപ്പിടിക്കുമെന്ന്. പക്ഷേ ഇതാ നോക്കിയാൽ നമ്മുടെ കേക്ക് നല്ലതുപോലെ തന്നെയാണ് ആയിട്ടുള്ളത്. ഒരു ഒട്ടിപ്പിടിക്കുന്ന ഒന്നുമില്ല. ഇപ്പം നമ്മുടെ കേക്ക് ഞാൻ 3 ലെയറായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഐസിങ് ചെയ്യാൻ തുടങ്ങാം. അതിന് മുന്നേ തന്നെ ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് പഞ്ചസാരയിൽ 1 കപ്പ് വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിച്ച് ആറിയ ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണിത്. ഇനി ഐസിങ് ചെയ്യാനായിട്ട് ഒരു ടേൺ ടേബിൾ എടുത്ത് വെച്ച് അതിൻ്റെ മുകളിൽ ഒരു കേക്ക് ബോർഡ് വെച്ച് കൊടുത്ത് കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഫസ്റ്റ് ലെയർ കേക്ക് വെച്ച് കൊടുക്കാം. തണുത്തിരിക്കുന്ന ഷുഗർ സിറപ്പ് ഒഴിച്ച് നന്നായിട്ട് വെറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് സ്ട്രോബെറി ക്രഷ് ഒഴിച്ചു കൊടുത്ത് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഒഴിച്ചു കൊടുക്കണമെന്നൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതിയാകും. പക്ഷേ ഇത് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിലുണ്ടല്ലോ നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിന്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മിൽക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ സെക്കൻഡ് ലെയർ കേക്ക് വെച്ച് കൊടുത്ത് സെയിം രീതിയിൽ തന്നെ ചെയ്തെടുക്കാം. തേർഡ് ലെയർ കേക്കും വെച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. തേർഡ് ലെയറിലും ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ഇപ്പം നമ്മുടെ കേക്ക് അത്യാവശ്യം ഷേപ്പിലൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് തണുക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. കുറച്ച് കേക്കിൻ്റെ ക്രംസൊക്കെ ആ മുകളിൽ ഇരിപ്പുണ്ട്. അത് കുഴപ്പമില്ല. കാരണം നമ്മൾ ക്രീം വെച്ച് അത് ഡെക്കറേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് കാണാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ഡെക്കറേഷനാണ് ഞാൻ ചെയ്യാനായിട്ട് വിചാരിക്കുന്നത്. കേക്ക് കുറച്ചൊന്ന് തണുക്കുന്ന സമയം കൊണ്ട് ഞാൻ കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഗനാഷ് റെഡിയാക്കി അത് പൈപ്പിംഗ് ബാഗിലാക്കി എടുത്തിട്ടുണ്ട്.
അത് കേക്കിൻ്റെ ഒരു സൈഡിലേക്ക് മാത്രം ഒഴിച്ചു കൊടുക്കുകയാണ്. ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഞാൻ അതുകൊണ്ടാണ് ഇപ്പോൾ കാണിക്കാഞ്ഞത്. ഞാനിപ്പോൾ ഇങ്ങനൊരു ഡിസൈൻ കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ ഏതാണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. ചോക്ലേറ്റ് ഗനാഷ് വർക്ക് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അല്ലാതെ തന്നെ നമ്മൾ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ടാലും മതിയാകും. അതൊക്കെ ഓരോരുത്തരുടെയും താല്പര്യം അനുസരിച്ച് ചെയ്താൽ മതി. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചോക്ലേറ്റ് ഗനാഷ് വർക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ വിപ്പിംഗ് ക്രീം വെച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി കുറച്ച് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്ത് ഒരു പൈപ്പിംഗ് ബാഗിലാക്കി എടുത്തിട്ടുണ്ട്. സ്റ്റാർ നോസിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അതാ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചുറ്റിച്ചെടുക്കുകയാണ്. അങ്ങനെ ഈ സൈഡ് ഫുള്ള് ഞാൻ വിപ്പിംഗ് ക്രീം വെച്ച് ഇങ്ങനെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. സെയിം നോസിൽ വെച്ച് തന്നെ കേക്കിൻ്റെ താഴെ ഒരു ബോർഡർ പോലെ ഡിസൈൻ കൊടുക്കുകയാണ്. ഇനി കുറച്ച് സിൽവർ ഷുഗർ ബാൾസ് കൂടി വെച്ച് കൊടുക്കുകയാണ്. ഇനി കുറച്ച് വിപ്പിംഗ് ക്രീം ഞാനൊന്ന് പൈപ്പിംഗ് ബാഗിലാക്കി നെയിം എഴുതി കൊടുക്കുകയാണ്. നോസിലൊന്നും ഇടാതെ തന്നെ പൈപ്പിംഗ് ബാഗിൻ്റെ അറ്റം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടാണ് നെയിം എഴുതി കൊടുക്കുന്നത്. നമ്മുടെ ചോക്ലേറ്റ് ഗനാഷ് വർക്ക് ചെയ്തതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് സിൽവർ ഷുഗർ ബാൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകളിലായിട്ട് 2 വാഫറും കൂടി വെച്ച് കൊടുത്തു. അങ്ങനെ നമ്മളുടെ അടിപൊളി ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് കൂടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് തന്നെ ഞാൻ അടിപൊളി ഒരു റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും ഗുഡ് ബൈ.